ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ സ്നേഹക്കൂട് സീരിയലിൽ നാളെ നടക്കാൻ പോകുന്ന നല്ലൊരു അടിപൊളി എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഋതു പല്ലവി എടുത്ത് തുറന്നു പറയാണ്, പല്ലവി ഞാൻ നിന്നോട് മാത്രം സത്യം പറയാലോ, എനിക്ക് ഈ കുഞ്ഞിനെ വേണോന്ന് തന്നെയില്ല, ഈ കുഞ്ഞിനെ പ്രസവിക്കാനും പോകുന്നില്ല. നീ എന്തൊക്കെയാ ഋതു പറയണത്? ദേ, നീ എൻ്റെ അടുത്ത് പറ, ശരി, ഇത് വേറെ ആർക്കും പറയല്ലേ, അവർക്കൊന്നും ഈ വിഷമം സഹിക്കാൻ സാധിക്കില്ല. എന്ത് വിഷമം? ആരുടെ വിഷമം? ഒരു വിഷമവും ഇല്ല. ഒരു ഫ്രോഡിന്റെ കുഞ്ഞല്ലേ ഇത്. നോക്ക്, ഞാനും സേതുവായിട്ടും അവസാനമായിട്ടുള്ള ഒരു രീതിയിൽ അവനൊന്ന് ഉപദേശിച്ച് ശരിയാക്കാൻ പറ്റുമെന്ന് നോക്കാൻ വേണ്ടി പോവാണ്. അതിന് നിന്റെ സപ്പോർട്ട് വേണം. അഥവാ സപ്പോർട്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല, നീ അതിൻ്റെ ഇടയിൽ കയറി ഒന്നും ചെയ്യാതിരുന്നാൽ മതി. ഒന്ന് ശ്രമിച്ചു നോക്കട്ടെ അവസാനമായിട്ട്. അതിനുശേഷം അവൻ നന്നാവുന്നില്ലെങ്കിൽ പിന്നെ നിന്നെ ഞങ്ങൾ ഒരു കാര്യത്തിൽ ബുദ്ധിമുട്ടിപ്പിക്കില്ല. ഇത് ഞാനും സേതുവായിട്ടും നിനക്ക് തരുന്ന വാക്കാണ്. അതുവരെ ഋതു, നീ ഒരു ഏഴാംകൂടത്തിൽ പോയി ചെന്ന് ചാടല്ലേ എന്ന് നമ്മുടെ പല്ലവി പറയുന്നുണ്ട്. ശേഷം പല്ലവി അവിടുന്ന് പോവാട്ടോ. ആ സമയത്ത് ഋതു മനസ്സിൽ വിചാരിക്കുകയാണ്, ആ പല്ലവി അങ്ങനെ പലതും പറയും, തൻ്റെ ജീവിതമാണ്. താൻ ഇനി സമയം വൈകിക്കും തോറും സമയം പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കിട്ടില്ല. അതൊന്നാണല്ലോ സമയം. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് തന്നെ ആ രാജമ്മ എന്ന് പറഞ്ഞ പുള്ളിക്കാരത്തിനെ കണ്ടേ പറ്റൂ. ഇന്നാണല്ലോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഇനിയിപ്പോ ഇന്ന് പറ്റത്തുമില്ലല്ലോ, ഇത്രോ സമയമായി. ഇവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ട്. അവരെ ഒന്ന് വിളിച്ചു പറഞ്ഞാലോ, നാളത്തേക്ക് വരാന്ന് ഒന്ന് വിളിച്ചു നോക്കാം എന്ന് പറഞ്ഞിട്ട് ഋതു ആ രാജമ്മനെ പുറത്തു പോയിട്ട് വിളിക്കുകയാണ്. ആരും കേൾക്കാതെ സംസാരിക്കാൻ വേണ്ടി പുറത്തു പോയി വിളിക്കാട്ടോ. ഹലോ, ഋതു അല്ലേ? അതെ. ചേച്ചി, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാ. എന്താ മോളെ, 11 മണിക്ക് അപ്പോയിൻമെന്റ് വരുമല്ലോ അല്ലേ? ചേച്ചി, എനിക്ക് 11 മണിക്ക് വരാൻ പറ്റില്ല. വരാൻ പറ്റില്ലെന്നോ? അതെന്തുകൊണ്ട്? വീട്ടിൽ എല്ലാവരും ഉണ്ട് ചേച്ചി, അതുകൊണ്ട് ഇന്ന് എനിക്ക് വരാൻ പറ്റില്ല. ചേച്ചി, ഇത് നാളത്തേക്ക് ആക്കി തരാൻ പറ്റുമോ? മോൾ എന്തൊക്കെയാ പറഞ്ഞത്? നാളത്തേക്കോ? നാളത്തേക്ക് ഡോക്ടർക്ക് വേറെ അപ്പോയിൻമെന്റ് ഒക്കെ ഉണ്ട്. അങ്ങനെ പറയുന്ന സമയത്തൊന്നും ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ മോളെ ഇത് എന്ന് ചോദിക്കുകയാണ്. ചേച്ചി, അത് അത്ര ഒരു ആവശ്യമായത് കൊണ്ടിട്ടാ, എനിക്ക് ഇവിടുന്ന് ഇറങ്ങി വരാൻ പറ്റില്ല. അഥവാ ഞാൻ ഇറങ്ങി വന്ന ആരെങ്കിലും എൻ്റെ പിന്നാലെ വരും, പിന്നെ ആകെ പ്രശ്നമാകും. അതുകൊണ്ട് ചേച്ചി എങ്ങനെയൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്ന് ശരിയാക്കി തരാമോ എന്ന് ചോദിക്കുകയാണ്. ശരി ശരി, ഞാൻ ഡോക്ടറോട് ചോദിക്കട്ടെ. ശരി, ഇന്ന് വരാൻ പറ്റില്ലെങ്കിൽ ശരി, പക്ഷെ നാളെ മോള് വരണം എന്ന് പറയാണ്. തീർച്ചയായിട്ടും നാളെ ഞാൻ എത്തും ചേച്ചി എന്നൊക്കെ ഋതു പറയാണ്. അപ്പൊ രാജമ്മ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇന്ന് പോണെങ്കിൽ പോട്ടെ, നാളെ കിട്ടുമല്ലോ, അല്ലെങ്കിൽ ഇന്ന് നിർബന്ധം പിടിച്ച് വരാതിരിക്കണേ നല്ലത്. ഇനി അവളുടെ പുറകെ സംശയം തോന്നി അവളുടെ വീട്ടുകാരെങ്ങാനും വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ പരിപാടി നടക്കില്ലല്ലോ. അതുകൊണ്ട് ആ പുള്ളിക്കാരി പറഞ്ഞിട്ട് ശരി മോളെന്നാ നാളെ വന്നാൽ മതി എന്നിങ്ങനെ പറയാണ്. സമാധാനമായി എന്ന് പറഞ്ഞിട്ട് ഋതു ഫോൺ വെക്കുമ്പോഴേക്കും അവിടേക്ക് ഇന്ദ്രൻ വരുവാട്ടോ. ദൈവമേ, ഈ ചെകുത്താൻ എന്തെങ്കിലും കേട്ടോ എന്ന് ഋതു വിചാരിക്കുകയാണ്. നിങ്ങൾ എന്താ ചോദിക്കാതെയും പറയാതെയൊക്കെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ട് നിൽക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, ഋതു, എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാനുണ്ട്. എനിക്ക് നിങ്ങളോട് ഒന്നും സംസാരിക്കാനില്ല. ഋതു, പ്ലീസ് ഋതു, ഞാൻ മാറി ഋതു, എനിക്ക് നീ ഒരു അവസരം താ. എൻ്റെ വീട്ടുകാരും എൻ്റെ അമ്മയും ഒന്നും എനിക്കൊരു അവസരം പോലും തരുന്നില്ല. ഋതു, നീയും അങ്ങനെ തുടങ്ങല്ല ഋതു. നമ്മുടെ കുഞ്ഞിനെ വേണ്ടിയിട്ടെങ്കിലും നീ എനിക്കൊരു അവസരം താ. ഞാനും മറ്റുള്ളവരെ പോലെ നല്ല അച്ഛനാകാൻ ശ്രമിക്കാം ഋതു. അപ്പോഴും ശ്രമിക്കാന്നാണ് നിങ്ങൾക്ക് ഒരിക്കലും നല്ലൊരു അച്ഛനാവാൻ ഒരിക്കലും പറ്റില്ല എന്ന് ഋതു പറയുമ്പോൾ, അങ്ങനെ തള്ളി പറയല്ലേ ഋതു, ഒരേ ഒരു അവസരം എനിക്ക് താ ഋതു. ഞാൻ പ്രൂവ് ചെയ്ത് കാണിക്കാം, ഞാൻ നല്ലൊരു അച്ഛനാവുമെന്ന് പ്രൂവ് ചെയ്ത് കാണിക്കാം. അയ്യോ വേണ്ടായേ, നിങ്ങൾ ഒരു പ്രൂവും ചെയ്ത് തരണ്ട ഋതു. ഞാൻ നിന്റെ തലയെ തൊട്ട് എനിക്ക് സത്യം ചെയ്യാം. അയ്യോ, എൻ്റെ തല പൊട്ടിത്തെറിക്കാനാ? എൻ്റെ പൊന്നോ, വേണ്ട. ഋതു ഇങ്ങനെ മനസ്സ് വിചാരിക്കുകയാണ്, ഇയാളെ വയറ്റി തൊട്ട് സത്യം ചെയ്യാമെങ്കിൽ നല്ലതായിരുന്നു എന്ന് പറയുമ്പോഴേക്കും, അതെ, നിങ്ങൾക്ക് അത്രക്കും നിർബന്ധമാണ് നിങ്ങൾ നന്നായെന്ന് ഞാൻ വിശ്വസിക്കണമെന്ന്. പിന്നെ നീ വിശ്വസിക്കേണ്ട ഋതു, വേറെ ആര് വിശ്വസിച്ചില്ലെങ്കിലും നീയല്ലേ അത് വിശ്വസിക്കേണ്ടത്. ശരി, എങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വയറ്റി തൊട്ട് സത്യം ചെയ്യാവോ? അതിനെന്താ, ഞാൻ സത്യം ചെയ്യാലോ. നോക്ക്, വയറ്റി തൊട്ടാ സത്യം ചെയ്യണത്, കുഞ്ഞുണ്ട് വയറ്റിൽ, അത് ആലോചിക്കണം. അത് അറിഞ്ഞുകൊണ്ടിട്ട് തന്നെയാണ് ഋതു പറയണത്. ഞാൻ നിന്റെ വയറ്റി തൊട്ട് തന്നെ സത്യം ചെയ്യാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ദ്രൻ ഋതുയുടെ വയറ്റിൽ കൈവെക്കാൻ വേണ്ടി പോകുവാട്ടോ. അപ്പൊ ഋതു വിചാരിക്കുകയാണ്, ഇയാളുടെ കള്ളസത്യമല്ലേ, അത് ഫലിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഋതു അങ്ങനെ പറയണേ കേട്ടോ. അങ്ങനെ നമ്മുടെ ഇന്ദ്രനാണെങ്കിൽ പതുക്കെ ഋതുയുടെ വയറ്റിൽ ആദ്യമായിട്ട് കുഞ്ഞു കിടന്നതിന് ശേഷം ആദ്യമായിട്ട് ഋതുയുടെ വയറ്റിൽ ഇങ്ങനെ കൈ ഇങ്ങനെ വെക്കുവാട്ടോ. വെച്ചതിന് ശേഷം ഋതുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഋതു എന്ന് പറയാണ്. ഋതു ഇങ്ങനെ ഇന്ദ്രന്റെ മുഖത്തേക്ക് നോക്കുകയാണ്. ഇന്ദ്രൻ പറയുന്നുണ്ട്, നമ്മുടെ കുഞ്ഞിനെ വേണ്ടി ഞാൻ മാറുക ഋതു. ഇനി ഒരിക്കലും ഇന്ദ്രൻ പഴയ ഇന്ദ്രനായിരിക്കില്ല. കുഞ്ഞിനെയും നമ്മുടെ കുഞ്ഞിനെയും ഒരുപാട് സ്നേഹിക്കുന്ന നല്ലൊരു അച്ഛനും നല്ലൊരു ഭർത്താവായിരിക്കും ഞാൻ. ഇനി ഒരിക്കലും നിന്നെ മറന്ന് എനിക്കൊരു ജീവിതമില്ല ഋതു. എൻ്റെ ലോകവും എൻ്റെ ജീവിതവും ഇനി നീയും നമ്മുടെ കുഞ്ഞുമാണ് എന്ന് ഇന്ദ്രൻ പറയാണ്. ഇന്ദ്രൻ മനസ്സ് തൊട്ട് പറഞ്ഞത് കൊണ്ടിട്ടായിരിക്കാം വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് പതുക്കെ ഒന്ന് അനങ്ങുന്നുണ്ട് കേട്ടോ. അപ്പൊ പെട്ടെന്ന് ഇന്ദ്രന് എന്തോ പെട്ടെന്നൊരു വൈബ്രേഷൻ പോലെ ഫീൽ ചെയ്യാണ്. അതിനുശേഷം ഇന്ദ്രൻ വീണ്ടും വയറ്റിൽ ഇങ്ങനെ കൈ വെക്കാണ്. നിങ്ങൾ എന്താ കാണിക്കുന്നത്? സത്യമായിട്ട് കഴിഞ്ഞില്ലേ, കൈ മാറ്റി. എല്ലാവരും ഇത് കുഞ്ഞനങ്ങി എന്ന് പറയാണ്. കുഞ്ഞാവുമ്പോഴേ അനങ്ങും. ഈശ്വര, അപ്പോ കുഞ്ഞനങ്ങാനൊക്കെ തുടങ്ങിയല്ലേ? പിന്നെ അനങ്ങാൻ തുടങ്ങാതിരിക്കും, കുഞ്ഞു വലുതാവല്ലേ എന്ന് പറയാണ്.
അയ്യോ എൻ്റെ കുഞ്ഞ് ഞാൻ സംസാരിച്ചപ്പോൾ എൻ്റെ സംസാരം മനസ്സിലായി, ഞാൻ അച്ഛനാണെന്ന് മനസ്സിലായി. അപ്പോൾ പറയണ്ട്, അയ്യോ അത് നിങ്ങൾ മാത്രമല്ല, എൻ്റെ വയറ്റിൽ ആര് തൊട്ടാലും ആ കുഞ്ഞ് അനങ്ങാറുണ്ട്, കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്, ഒരു മിനിറ്റിൽ ഇത്ര സമയം അനങ്ങുകയൊക്കെ ചെയ്യും എന്ന് പറയാണ്. ഇല്ല ഇത് അങ്ങനെയല്ല, ഞാൻ സത്യം ചെയ്തത് നീ വിശ്വസിച്ചിട്ടുണ്ടാവില്ല, ഈ ലോകത്ത് ആരും വിശ്വസിച്ചിട്ടുണ്ടാവില്ല, പക്ഷെ എൻ്റെ കുഞ്ഞ് വിശ്വസിച്ചു, അതിനുള്ള തെളിവാണത്. എന്തായാലും ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി മാറാൻ തന്നെ തീരുമാനിച്ചു. ഞാൻ ഒന്നും കൂടി തൊട്ട് നോക്കട്ടെ, എൻ്റെ കുഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടെങ്കിൽ, ഈ അച്ഛന് വിശ്വാസമാണെങ്കിൽ ഒരു പ്രാവശ്യം കൂടി എന്നെ തൊട് എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രൻ വീണ്ടും ഋതുവിന്റെ വയറ്റിൽ കൈ വെക്കാണ്. കുറച്ചു നേരം കുഞ്ഞ് അനങ്ങുന്നില്ല. അപ്പൊ ഋതു ചിരിക്കാട്ടോ. എന്തു പറ്റി, നിങ്ങളുടെ കുഞ്ഞ് ഒന്നും മിണ്ടുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഇന്ദ്രന്റെ മുഖം ഒന്ന് മാറുന്നുണ്ട്. പ്ലീസ് മോനെ ആരാണെന്ന് എനിക്ക് അറിയില്ല, എന്തായാലും എൻ്റെ കുഞ്ഞല്ലേ, എൻ്റെ പൊന്നു മോനല്ലേ, ഒന്നും അനങ്ങ്, അച്ഛനെ സമാധാനം ഒന്ന്, പൊന്നു മോളെ പ്ലീസ് ഒന്നൊന്ന് പറയുമ്പോഴേക്കും വീണ്ടും കുഞ്ഞിന് അനക്കം വരുവാട്ടോ. ഇന്ദ്രന് ഭയങ്കര സന്തോഷമാണ്. അങ്ങനെ ഇന്ദ്രൻ വീണ്ടും പഴയതൊക്കെ മറന്ന് ഒരു പുതിയ ലോകത്തിലേക്ക് കടക്കാണ് ആ കുഞ്ഞു കാരണം കേട്ടോ. അങ്ങനെ നമ്മുടെ സേതു വരുന്നുണ്ട്. ഇന്ദ്ര നമുക്കൊന്ന് വാക്കിംഗ് ഒക്കെ ചെയ്ത് വന്നാലോ? അത് പിന്നെ ഞാൻ വരാം, ഇന്നെനിക്ക് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ്. അതെന്ത് പറ്റി? അത് ഞാൻ നീ ഋതുവിനോട് സംസാരിച്ചപ്പോൾ ഋതു മര്യാദക്ക് സംസാരിച്ചു നിന്നോട് എന്ന് സേതു ചോദിക്കുമ്പോൾ, എവിടെന്ന്? ഋതുവിന്റെ സ്വഭാവം സേതുവിന് അറിയാലോ, അത് ഞാൻ ഋതുവിനെ കുറ്റം പറയില്ല, എൻ്റെ സ്വഭാവം അങ്ങനെയായിരുന്നല്ലോ. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ അനക്കം ഞാൻ ഇന്ന് അറിഞ്ഞു എന്ന് പറയാണ്. സേതു ചോദിക്കേണ്ട, അനക്കം അറിഞ്ഞെന്നോ? അതെ, ഇന്ന് ഞാൻ നന്നായിന്ന് വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കുഞ്ഞിനെ തൊട്ട് സത്യം ചെയ്യാൻ വേണ്ടി ഋതുവിൻ്റെ വയറ്റിലൊന്ന് തൊട്ട് നോക്കി. അപ്പൊ കുഞ്ഞ് എന്നെ ചവിട്ടി, എനിക്കത് ശരിക്കും ഫീൽ ചെയ്തു. ആ കുഞ്ഞിക്കൈ എവിടെയോ എൻ്റെ കയ്യിൽ കൊണ്ടു, എനിക്ക് സ്പർശിച്ചപ്പോൾ വല്ലാത്തൊരു അനുഭവമായിരുന്നു അത്. ഈശ്വര, ഞാൻ അതിൻ്റെ മുഖം പോലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു കുഞ്ഞിനെ അതിൻ്റെ ഒരു അനുഭവം എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. എനിക്ക് പ്രത്യേക വൈബ്രേഷനായി. എനിക്കിനി മരുന്നിൻ്റെ ഒന്നിൻ്റെയും കാര്യമില്ല സേതു, ഞാൻ നന്നാവും, തീർച്ചയായിട്ടും ഞാൻ നന്നാവും, എൻ്റെ കുഞ്ഞിനെ വേണ്ടി ഞാൻ നന്നായിരിക്കും. അപ്പൊ സേതുക്കും ഭയങ്കര സന്തോഷമൊക്കെ ആവാട്ടോ. അങ്ങനെ സേതു നമ്മുടെ ഇന്ദ്രൻ നല്ലൊരു ബെസ്റ്റ് കൂട്ടുകാരനാവാണ്, കൂടപ്പറപ്പിനെ പോലെ ആവാണ്. അങ്ങനെ ഇന്ദ്രൻ പതുക്കെ മാറിയെന്ന് പല്ലവിക്കും സേതുവിനും പൂർണ്ണിമക്കും അച്ചുവിനും ഹരീനൊക്കെ വിശ്വാസമാവാണ്. പക്ഷെ ഋതു മാത്രം വിശ്വസിക്കുന്നില്ല. ഋതു ആരുടെയെങ്കിലൊക്കെ കണ്ണ് വെട്ടിച്ച് അവിടെ നിന്ന് രക്ഷപ്പെട്ട് നമ്മുടെ ആ ഒരു രാജമ്മയുടെ അടുത്ത് പോകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. പക്ഷെ ഋതു ഇനിയിപ്പോൾ എവിടെ പോയാലും തൊട്ടു പിന്നാലെ ഇന്ദ്രനും ഉണ്ടാവും. കാരണം ഇന്ദ്രൻ ഇപ്പൊ തന്റെ കുഞ്ഞിന് എന്തെങ്കിലും പറ്റുമോ, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിക്കുമോ, ഋതുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പേടിയാണ്. അതുകൊണ്ട് തന്നെ ഋതു എവിടെ ഒറ്റക്ക് പോവാണെങ്കിലും തൊട്ടു പിന്നെ ഋതു ഇന്ദ്രനെ കൂട്ടിയില്ലെങ്കിൽ പോലും തൊട്ടു പിന്നാലെ ഇന്ദ്രനും പോകും. അങ്ങനെ ഈ രാജമ്മയുടെ കള്ളക്കളി എല്ലാം ഇന്ദ്രൻ കണ്ടെത്തും. രാജമ്മയുടെ കള്ളക്കളി തുടർന്ന് രാജമ്മ കുറെ ഗർഭിണികളെ പറ്റിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ആ ഗർഭിണികളൊക്കെ രക്ഷപ്പെടുത്താൻ ചിലപ്പോൾ ഇന്ദ്രൻ സഹായിക്കുമായിരിക്കും. അങ്ങനെയായിരിക്കും. കഴിഞ്ഞ ദിവസം ഒരു ഗർഭിണിയെ തട്ടിക്കൊണ്ടുപോയല്ലോ. അപ്പൊ ഈ ഗർഭിണികളെല്ലാം രക്ഷപ്പെടുത്താൻ പോണത് ഇന്ദ്രൻ തന്നെയായിരിക്കും. അതിലൂടെ ഇന്ദ്രനെ പുതിയൊരു മനുഷ്യനായിട്ട് ലോകം അംഗീകരിക്കാൻ പോകുന്ന കാഴ്ചയാണ് നമ്മൾ കാണാൻ പോണേ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ, ബൈ ബൈ.